ഹായ് ഓൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു PSC അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കാറ്റഗറി നമ്പർ 656/2023 എന്ന കാറ്റഗറി നമ്പറിൽ വന്നിരിക്കുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് എന്നൊരു തസ്തികയുമായിട്ട് ബന്ധപ്പെട്ട് PSC അവരുടെ പുതിയൊരു അപ്ഡേറ്റ് നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും കൺഫർമേഷൻ നൽകുന്നതിന് മുമ്പുള്ള ആപ്ലിക്കൻസിന്റെ എണ്ണവും ശേഷമുള്ള നമ്പറുമാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എക്സാമിനേഷന്റെ ഡേറ്റും വന്നിട്ടുണ്ട്. ഇതിന്റെ ഡേറ്റ് വന്നിട്ട് 28/11/2024 അതായത് നമ്മുടെ മുമ്പിൽ ഏതാണ്ട് ഒരു 60 ദിവസത്തോളം നമ്മുടെ മുമ്പിലുണ്ട് എന്ന് വേണം കണക്കാക്കാൻ. അതായത് 28/11/2024 ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കൺഫർമേഷൻ കൊടുത്തവർ മുഴുവൻ ഇത് ഓർത്ത് വെക്കുക. ഡേറ്റ് 28/11/2024. ഇനി നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി ടോട്ടലായിട്ട് അന്ന് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചവരുടെ എണ്ണം എന്ന് പറയുന്നത് 15,575 പേരായിരുന്നു. എന്നാൽ ഈ ഒരു അപേക്ഷയിൽ കൺഫർമേഷൻ കൊടുക്കാതെ ഒഴിവാക്കപ്പെട്ടവർ അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുക്കാതെ മറ്റെന്തെങ്കിലും കാരണത്താൽ PSC നിരസിച്ച ആപ്ലിക്കേഷനുകളുടെ എണ്ണം എന്ന് പറയുന്നത് 6,892 ഏതാണ്ട് 44% ആപ്ലിക്കേഷൻ ഇവിടെ എന്ത് ചെയ്യപ്പെട്ടു, റിജക്ട് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ അവർ അപേക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളുമായിട്ട് മത്സരിക്കാനില്ല എന്നൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 44% കുറഞ്ഞു. നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഏതാണ്ട് ഇരട്ടിയിലധികമായിട്ട് വർദ്ധിക്കുകയും ചെയ്തു എന്ന് വേണം കരുതാൻ. ഏതാണ്ട് 250% നിലവിൽ ജോലി കിട്ടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ബാക്കിയുള്ള 8,683 പേര് മാത്രമാണ് ഈ ഒരു തസ്തികയിലേക്ക് നിലവിൽ കോമ്പീറ്റ് ചെയ്യുന്നത്. അതായത് മത്സര പരീക്ഷകളിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം മാത്സരികത കുറയുന്നോ അത്രത്തോളം നിങ്ങൾക്ക് വിജയ സാധ്യത കൂടുന്നു എന്നുള്ളതാണ്. ഇവിടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു സ്മാർട്ട് വർക്ക് ചെയ്താൽ ഇനിയുള്ള ചെറിയ സമയം കൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയിൽ ഉന്നതമായ ഒരു റാങ്ക് കരസ്ഥമാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒട്ടും തന്നെ വൈകിപ്പോയി എന്ന് ആരും കരുതേണ്ടതില്ല. ഇതാണ് റൈറ്റ് ടൈം. കാരണം അവസാന സമയങ്ങളിൽ ഇടുന്ന എഫേർട്സ് നമ്മളെ വലിയ റിസൾട്ടുകളിലേക്ക് എത്തിക്കും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. ഇവിടെ ആദ്യമായിട്ട്, അതായത് നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നവരെ ആദ്യമായിട്ട് ഫസ്റ്റ് ലാപ്പ് ക്രോസ് ചെയ്തു അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി നിങ്ങൾ ക്രോസ് ചെയ്തു എന്ന് വേണം കണക്കാക്കാൻ. കാരണം ഇത്രയും വലിയൊരു നമ്പറിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളൊരു വലിയ നമ്പറിൽ ഒരു ഷോർട്ട് നമ്പറിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ സക്സസ് റേറ്റ് ഇവിടെ കൂടിയിരിക്കുകയാണ്. അപ്പം കൃത്യമായൊരു പ്രിപ്പറേഷൻ മാത്രം മതി, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓടി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്കിന്റെ കോഴ്സുകൾ നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇനിയുള്ള കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഇതിനോടകം കോഴ്സിന് ജോയിൻ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ അവർ കരുതുന്നുണ്ടാവും ഞങ്ങൾ ലേറ്റായി പോയി തുടങ്ങാണെന്ന്. ആ ഒരു പേടിയൊന്നും വേണ്ട. ഈ കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ മുഴുവൻ ഏതാണ്ട് ചെറിയൊരു ദിവസത്തിനുള്ള ഒരു 45 ദിവസം കൊണ്ട് തന്നെ ഓവർകം ചെയ്ത് ബാക്കിയുള്ളവർക്കൊപ്പം എത്തത്തക്ക രീതിയിലുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി പ്ലാൻ അടിസ്ഥാനത്തിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും നമ്മളൊരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് പ്രകാരം നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ ഓൾറെഡി കോഴ്സ് എടുത്തവർ ഏത് ലെവലിൽ എത്തിയിരിക്കുന്നു അവർക്കൊപ്പം എത്താനും മത്സരിച്ച് ഉന്നത വിജയം കൈവരിക്കാനും പറ്റുന്നതാണ്. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ലേറ്റായി പോയി എന്നൊരു ടെൻഷൻ ഒന്നും വേണ്ട. നിങ്ങളുടെ റൈറ്റ് ടൈം തന്നെയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുക, നിങ്ങൾ സക്സസ് നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് കരുതുന്നു. വിജയം കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.